ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം ഞങ്ങളെ നടത്തിയ വഴികളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് പാസ്റ്റർ വിൻസെൻ്റ് മാനുവേൽ തുവയൂരാണ്. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ കർത്താവ് തന്ന നല്ല ഭാഗ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകലിലെ വിശേഷ ചിന്തയ്ക്ക് ആധാരമായി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 12 തുടങ്ങിയ വേദഭാഗം വായിക്കാം. പെർഗമോസ് സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായ്ത്തലവാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന് സിംഹാസനം ഉള്ളേടമെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണം നികലോവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കും ഉണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വന്നു എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് വിശുദ്ധ വെളിപ്പാട് പുസ്തകം. വിശ്വാസികളുടെ പ്രമോദമാണ് ഈ പുസ്തകം. ഇങ്ങനെയൊരു പുസ്തകം വേദത്തിൽ ഇടം നേടിയില്ലായിരുന്നുവെങ്കിൽ വിശ്വാസികളുടെ ഭാവിയുടെ മനോഹാരിത ഇന്നുള്ളതുപോലെ നമുക്ക് വെളിപ്പെടുകയില്ലായിരുന്നു. കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്കു വാങ്ങപ്പെട്ട തൻ്റെ ജനം തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആകുലചിത്തരാകാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവ് മുൻകണ്ട് രേഖപ്പെടുത്തിയ അനുഗ്രഹിക്കപ്പെട്ട ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണ്. 2-3 അധ്യായങ്ങൾ ആസിയ പ്രാവേശിയിലുള്ള 7 സഭകളോടുള്ള ദൂത് രേഖപ്പെടുത്തിയിരിക്കുന്നു. 4-ാം അധ്യായം അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നതായി യോഹന്നാൻ ആത്മാവിൽ കാണുന്നു. 5 സ്വർഗവും സ്വർഗത്തിലുള്ളതും, സ്വർഗത്തിൽ ഒരു സിംഹാസനത്തിൽ ഒരുത്തനിരിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ സൗന്ദര്യ ശാസ്ത്ര വർണ്ണന നമുക്ക് ആ ഭാഗത്ത് കാണാൻ കഴിയുന്നു. അവൻ പത്മരാഗത്തോടും സൂര്യകാന്തത്തോടും സദൃശ്യൻ. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കരത്തിൽ അകത്തും പുറത്തും എഴുത്തുള്ള 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടൊരു പുസ്തകം കാണുന്നു. 6-ാം അധ്യായത്തിൽ ചാതുർവർണ്ണയമുള്ള 4 അശ്വങ്ങളുടെ പ്രത്യക്ഷതയാണ് കാണാൻ കഴിയുന്നത്. ഒന്നാമതൊരു വെള്ളയശ്വം പ്രത്യക്ഷപ്പെടുന്നു, രണ്ടാമത് ഒരു കറുത്ത യശ്വം പ്രത്യക്ഷപ്പെടുന്നു, മൂന്നാമതൊരു ചുമന്ന യശ്വം പ്രത്യക്ഷപ്പെടുന്നു, 4-മത് ഒരു വിളറിയ പച്ചക്കുതിര അഥവാ മഞ്ഞക്കുതിര പ്രത്യക്ഷപ്പെടുന്നു. 7-ാം അധ്യായം 144,000 മുദ്രയിടപ്പെട്ട ഇസ്രായേൽ ഗോത്രങ്ങളിൽ മുദ്രയിടപ്പെട്ടുന്നവരുടെ 144,000 ഒരു കണക്ക് കാണാം. 8-9 അധ്യായങ്ങൾ വീക്ഷിച്ചാൽ 7 കാകളങ്ങൾ അനന്തര സംഭവങ്ങളാണ്. 10-ാം അധ്യായം പഠിക്കുമ്പോൾ പ്രാവചനീയമായൊരു ചെറു പുസ്തകത്തെക്കുറിച്ചുള്ള വെളിപ്പാട്. 11-ാം അധ്യായം വീക്ഷിക്കുമ്പോൾ 2 സാക്ഷികളെക്കുറിച്ചുള്ള വെളിപ്പാട്. മഹോദ്രവത്തിൻ്റെ മധ്യത്തിൽ യെരൂശലേമിൽ പണി കഴിപ്പിക്കുന്ന ദേവാലയത്തെക്കുറിച്ചും 2 സാക്ഷികളെക്കുറിച്ചുള്ള വെളിപ്പാട്. 12-ാം അധ്യായം പഠിച്ചാൽ സൂര്യധാരണയായ സ്ത്രീയുടെ വെളിപ്പാട്. 13-ാം അധ്യായം ഘോരവും ഭയങ്കരവുമായൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കരയേറി വരുന്നതിൻ്റെ വെളിപ്പാട്. അടുത്ത 14-ാം അധ്യായം കുഞ്ഞാട് എവിടെ പോയാലും കുഞ്ഞാടിനെ അനുധാപനം ചെയ്യുന്ന 144,000 വെളിപ്പാട്. 15-ാം അധ്യായം മോശയുടെയും കുഞ്ഞാടിൻ്റെയും പാട്ട് പളുങ്ക് കടൽ തീരത്തു പാടുന്ന ഒരു ഗായക സംഘത്തിൻ്റെ വെളിപ്പാട്.
16-ാം അധ്യായം 7 ക്രോധകലശങ്ങളുടെ വെളിപ്പാട്, 18-ാം അധ്യായം മർമ്മം മഗതിയാം ബാബിലോണിന്റെ വെളിപ്പാട്, 19-ാം അധ്യായം തകർത്ത ഇടിമുഴക്കം പോലെ, പുരുഷാരത്തിന്റെ ഘോഷസ്വരം പോലെ ഞാൻ സ്വർഗത്തിൽ കേട്ടത്, ഹല്ലേലൂയ, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. 20-ാം അധ്യായം അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തികതാകിലും പ്രാപിക്കേണ്ടതിന് ഈ ഭൂമിയിൽ ജനിച്ചു മരിച്ച് അടക്കപ്പെട്ട സകലരും ന്യായവിധിക്ക് വേണ്ടി നിൽക്കുന്ന ന്യായവിധിയുടെ വെള്ളസിംഹാസനം. 21-ാം അധ്യായം മീതെയുള്ള യെരൂശലേം, സ്തോത്രം, സ്വതന്ത്രയായ പട്ടണം, ശാലേം പുരം, സിയോൻ കോട്ട, സ്തോത്രം, സമാധാന ദേശം, എൻ്റെയും എൻ്റെ പിതാവിൻ്റെയും വാസസ്ഥലം, പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന പുത്തനാം യെരൂശലേം, സത്യകൂടാരം, നിത്യഭവനം എന്നിത്യാദി അർത്ഥങ്ങളിൽ അപരനാമത്തിൽ തിരുവചനം വിളിച്ചു പറയുന്ന പുത്തൻ യെരൂശലേമിന്റെ വെളിപ്പാട്. എന്നാൽ ഇന്ന് പകൽക്കാലം സഭയോടുള്ള ബന്ധത്തിൽ 22-ാം അധ്യായം നിത്യതകളുടെ വെളിപ്പാട്. ഇന്ന് പകൽക്കാലം നാം ഇവിടെ വായിച്ച വേദഭാഗം ആസിയയിലുള്ള 7 സഭകളുള്ള ബന്ധത്തിൽ ദൂത് രേഖപ്പെടുത്തുന്ന ആ ദൂതുകളിൽ 3-ാം സഭയായ, പ്രാദേശിക സഭയായ പെർഗമോസ് സഭയോടുള്ള ദൂതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പെർഗമോസ് സഭ, പെർഗമോസ് എന്ന് പറയുന്ന പട്ടണം നാം ഈ വചനം ധ്യാനിക്കുന്ന ഈ വേളയിൽ ഭൂമിയിലില്ല. പെർഗമോസ് പട്ടണം നിലനിന്നിരുന്നിടത്ത് ബർഗാമ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണെന്നുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ സഭ അവിടെ ഉണ്ടായിരുന്ന കാലഘട്ടം ആ പട്ടണം ഒരു മനോഹരമായ പട്ടണമായിരുന്നു. മനോഹരമായ പട്ടണം എന്ന് ഞാൻ പറയുവാൻ കാരണം, ഒരു പട്ടണം മനോഹരമാകുന്നത്, ഒരു ഗ്രാമം മനോഹരമാകുന്നത്, സ്തോത്രം സ്തോത്രം, സകല വ്യക്തികളുടെയും സകലത്തിൻ്റെയും മനോഹര വസ്തുവായ യേശുവിൻ്റെ നാമത്തിലുള്ള കൂടിവരവാണ് ഒരു ഗ്രാമത്തെ, ഒരു പട്ടണത്തെ മനോഹരമാക്കുന്നത്. ഒരു ഭവനം മനോഹരമാകണമെങ്കിൽ സൃഷ്ടികർത്താവായ യേശുവിൻ്റെ സാന്നിധ്യം ആ ഭവനത്തിൽ ഉണ്ടാകണം. ഒരു വ്യക്തിയുടെ ജീവിതം മനോഹരമാകണമെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യം ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കണം. കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു കൂട്ടം പെർഗമോസ് സഭയിൽ ഉണ്ടായിരുന്നു. ഈ പെർഗമോസ് സഭയോട് ദൂത് പറയുമ്പോൾ ഇരുവാഴ്ത്തലയുള്ള വാള് അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇരുവാഴ്ത്തലയുള്ള വാള് യേശുവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്നു. ആ അനുഭവത്തിലാണ് ഇവിടെ പെർഗമോസുകാരോട് ദൂത് പറയുന്നത്. ഇവിടെ പറയുന്നത്, സ്തോത്രം, നീ പാർക്കുന്ന ഇടം സാത്താന്റെ സിംഹാസനമുള്ള ഇടമെന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ജനമേ, സ്തോത്രം, ദൈവത്തിൻ്റെ സഭയോട് ദൈവാത്മാവ് ഇടപെടുകയാ. നീ പാർക്കുന്ന ഇടം, സ്തോത്രം. ദൈവത്തിൻ്റെ സഭ ഭൂമിയിൽ പാർക്കേണ്ട കൂട്ടമല്ല. ദൈവത്തിൻ്റെ സഭ ഭൂമിയിൽ പരദേശിയാണ്. സ്തോത്രം. പരദേശിയായ സഭ പാർക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ വായിപ്പാനിടയാകുന്നത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണമേ, ഇവിടെ നാം വെറും ഒരു പരദേശിയെ പോൽ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം എന്ന പ്രത്യാശ നിർഭരമായ പാട്ടിൻ്റെ ഈരടികൾ ഇന്ന് പകൽക്കാലൻ്റെ മനസ്സിൽ കടന്നു വരുന്നു. ദൈവത്തിൻ്റെ സഭ ഈ ഭൂമിയിൽ പരദേശികളാണ്. എന്നാൽ പെർഗമോസ് സഭ സ്ഥിരമായി പാർക്കുന്നു. ഈ സഭയുടെ കാലഘട്ടം അനുസരിച്ച് പഠിച്ചാൽ ഇതിന് തൊട്ട് മുൻപിലുള്ള സഭ എന്ന് പറയുന്നത് സ്മുർണ സഭയാണ്. സ്മുർണ എന്ന വാക്കിൽ നിന്നുമാണ് മീറ എന്ന പദമുണ്ടായത്. മീറയുടെ അർത്ഥം നമുക്കറിയാമല്ലോ, കയ്പിൻ്റെ അവസ്ഥയാണ്. ഈ സ്മുർണ സഭാ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ കൈപ്പേറിയ ദൈവസഭയ്ക്ക് വലിയ ദുരിതപൂർണമായ ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ദുരിതപൂർണമായ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സഭ ദൈവസന്നിധി നിലവിളിച്ചതിൻ്റെയും പ്രാർത്ഥിച്ചതിൻ്റെയും ഫലമായിരിക്കാം പിന്നീട് അടുത്ത കാലഘട്ടമായ പെർഗമോസ് സഭയുടെ കാലഘട്ടം എത്തുമ്പോഴേക്കും ഭരണാധിപന്മാരിൽ നിന്നും പ്രത്യേകമായ അനുകൂലമായ നടപടികൾ ഉണ്ടാകുകയും
ദൈവത്തിൻ്റെ സഭയിൽപ്പെട്ട അംഗങ്ങൾക്ക് സ്വസ്ഥരായി ഭൂമിയിൽ അവരുടെ കോളനികളിൽ വീട് വെച്ച് പാർക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകുകയും വേട്ടപ്പക്ഷികളെ പോലെ വേട്ടയാടപ്പെട്ട ദൈവമക്കൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലോകത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ സ്വൈര്യതയുടെ മണ്ഡലം വെളിപ്പെട്ടപ്പോൾ സഭ ഭൂമിയിൽ പരദേശികളാണെന്നുള്ള ചിന്ത വിടിഞ്ഞ് ഈ ഭൂമിയിൽ സ്വൈര്യപ്പാർപ്പിടത്തിന് വേണ്ടി, അതുകൊണ്ടാണ് പാർപ്പിടം, നീ പാർക്കുന്ന ഇടം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം നാം ഈ ഭൂമിയിൽ പരദേശികളാണ്. നാം എത്ര വലിയ വീട്ടിൽ പാർത്താലും അത് വെറും കൂടാരമാണ്. നാം ഈ ഭൂമിയിൽ പരദേശികളാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ പ്രിയരേ. സ്തോത്രം. ഇവിടെ പരിശുദ്ധാത്മാവ് സഭയോട് ഓർപ്പിക്കുന്നത് നീ പാർക്കുന്ന ഇടം. സ്തോത്രം. സാത്താന്റെ സിംഹാസനമുള്ള ഇടമെന്ന് ഞാൻ അറിയുന്നു. സിംഹാസനം എന്ന് വിവക്ഷിക്കുന്നത് കേവലം തങ്കനിർമ്മിതമായ ഒരു കസേരയെക്കുറിച്ചല്ലല്ലോ പ്രിയരെ. സിംഹാസനം അധികാരത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാകയാൽ സിംഹാസനം എന്ന് പറഞ്ഞാൽ അർത്ഥാൽ നീ പാർക്കുന്ന സ്ഥലത്ത്, പാർക്കുന്ന പട്ടണത്തിൽ സാത്താനീയമായ അധികാരങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു വസ്തുത ദൈവാത്മാവ് ഓർപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. നീ പാർക്കുന്ന പട്ടണത്തിൽ എത്രത്തോളം സാത്താനീയ അധികാരങ്ങൾ നടമാടിയാലും അവയ്ക്ക് അധികാരമില്ലാത്തൊരു മേഖലയുണ്ടെങ്കിൽ അത് ദൈവമക്കൾ എന്ന മേഖലയാണുള്ള കാര്യം മറന്നു പോകരുത്. നീ പാർക്കുന്ന നിന്റെ ഫ്ലാറ്റിൻ്റെ തൊട്ടരികിൽ പാർക്കുന്ന ഫ്ലാറ്റിൽ സാത്താനി അധികാരങ്ങൾ നടമാടിയാലും യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്കു വാങ്ങപ്പെട്ട നിന്റെ കുടുംബത്തിൽ സാത്താനി അധികാരങ്ങൾ വിലപ്പോകില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം സ്തോത്രം അത് ഉറയ്ക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഇവിടെ നീ പാർക്കുന്ന ഇടം എന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പദം, അതിൻ്റെ മൂലപദം കാറ്റാക്കയിൻ എന്നൊരു വാക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാറ്റാക്കയിൻ എന്ന പദത്തിൻ്റെ വിശദമായ അർത്ഥമെന്ന് പറയുന്നത് സ്തോത്രം കേവലമായി നീ പാർക്കുന്നിടം എന്ന ഒരു സാധാരണ പദത്തെ ചൂണ്ടിക്കാണിക്കാനല്ല. പിന്നെ നീ പാർക്കുന്ന സ്ഥലത്ത് നിനക്ക് പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. എന്നാൽ പ്രതികൂലങ്ങളെ അതിജീവിച്ചുകൊണ്ട് പാർക്കുന്ന ഇടം എന്നാണ് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾക്ക് ഈ ലോകം യോഗ്യമല്ല. അവർ എവിടെ പാർത്താലും, അവരുടെ പ്രസ്ഥാനങ്ങൾ എവിടെ വർക്ക് ചെയ്താലും ഈ ലോകത്തിൻ്റെ ശക്തി സ്തോത്രം അവർക്കെതിരെ പോരാടുന്നത് പുതുമയല്ല. എന്നാൽ ഇന്ന് പകൽക്കാലം നീ ഭയപ്പെട്ട് വിട്ടിട്ടോടുന്നവനല്ല. നീ പാർക്കുന്നിടത്ത് ജയത്തോടെ അവൻ നിന്നെ നടത്തുവാൻ അവൻ മതിയായ ദൈവമാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിനെ വിളിച്ചു പറയാം, നിന്റെ പാർപ്പിടത്തിനെതിരെ, നിന്റെ പ്രസ്ഥാനം നിലനിൽക്കുന്ന ആ സ്ഥലത്ത്, നിന്റെ പ്രസ്ഥാനത്തിനെതിരെ സ്തോത്രം, നിന്റെ ദൈവം നിനക്ക് തന്ന ആ നന്മയുടെ പ്രസ്ഥാനത്തിനെതിരെ, നിന്റെ ബിസിനസ്സിനെതിരെ സ്തോത്രം, നിന്റെ പാർപ്പിടത്തിനെതിരെ നിനക്ക് ചില പ്രതികൂലങ്ങളുണ്ട്. എന്നാൽ ഭയപ്പെടരുത്. അവയെ വ്യക്തമായി അറിയുന്ന കർത്താവിനെയാണ് നീ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പെർഗമൂസിലെ സഭയ്ക്കൊരു ആനന്ദത്തിന് വക എന്ന് പറയുന്നത് അവർ പാർക്കുന്ന ദേശത്തിൻ്റെ പ്രതികൂലങ്ങളുടെ എല്ലാ തലങ്ങളും ഒരു പക്ഷെങ്കിൽ അവിടെയുള്ള ദൈവമക്കൾക്ക് ഗ്രഹിക്കുവാനുള്ള ജ്ഞാനവരം, പ്രവചനവരം കണ്ടെന്നു വരില്ല. സ്തോത്രം. എന്നാൽ ഒരു കാര്യം അറിയണം, സ്തോത്രം, പെർഗമൂസിലെ വിശ്വാസികൾക്ക് എല്ലാ മർമ്മങ്ങളും ഗ്രഹിക്കുവാനുള്ള പരിജ്ഞാനം, ജ്ഞാനവരം സ്തോത്രം ഇല്ലെങ്കിലും അവർ സേവിക്കുന്ന ദൈവം അവരോട് ഇടപെടുകയാണ്. നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് ഇന്ന വിധത്തിലുള്ള ചില അനുഭവങ്ങളുണ്ട്. സ്തോത്രം. എത്ര സ്നേഹവാനായ കർത്താവ്. നമ്മൾ പാർക്കുന്ന സ്ഥലത്തിൻ്റെ, നമ്മൾ പാർക്കുന്ന ദേശത്തിൻ്റെ, അതിൻ്റെ ദിക്കുകളെ അറിയുന്നവൻ, ആ ദേശത്തിൻ്റെ സ്ഥിതി അറിയുന്നവൻ. ആത്മീയമായി ഉണർത്തപ്പെടുവാൻ, ഉയരപ്പെടുവാൻ കഴിയാത്ത വിധം നമ്മുടെ ദേശത്ത് ഒരാത്മീയ ചലനം വെളിപ്പെടാൻ കഴിയാത്ത വിധം നിന്നെ ദൈവം ആക്കിയിരിക്കുന്ന ആ സഭയിൽ, ആ ദേശത്ത് ചില കുടുംബങ്ങൾ വേർതിരിയപ്പെടുവാൻ കഴിയാത്ത വിധം ആ ദേശത്ത് ദൈവപ്രവർത്തനത്തിനെതിരെ നിൽക്കുന്ന ചില എതിർവാദങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ നീ അതിൻ്റെ മേൽ ജയം പ്രാപിക്കുന്ന ഒരു പകൽക്കാലമാണ്. സ്തോത്രം.
ചില പ്രതിസന്ധികളുടെ മേൽ ദൈവം നിനക്ക് ജയം തരികയാ. ചില പ്രതികൂലങ്ങളുടെ മേൽ ദൈവം നിനക്ക് ജയം തരികയാ. നീ സ്തോത്രം പ്രതിസന്ധി അതിജീവിച്ചു കൊണ്ട് പാർക്കുവാൻ കർത്താവ് നിന്റെ മേൽ ഒരു പ്രത്യേക അധികാരം പകരുകയാണ്. എന്നോട് ദൈവാത്മാവ് ഇടപെടുന്നത്, നീ വാങ്ങിച്ച വസ്തു വിറ്റുമാറത്തക്കവണ്ണം അതിൻ്റെ മേൽ സ്തോത്രം പോരിടുന്ന ചില പോരാട്ടങ്ങൾ ഇന്ന് പകൽക്കാല യേശുവിൻ്റെ നാമതഴിഞ്ഞു മാറുകയാ. നീ പാർക്കുന്ന സ്ഥലത്ത് സ്വസ്ഥതയിൽ പാർപ്പിക്കയില്ല എന്ന് ശത്രു വാദിക്കുന്ന വാദപ്രതിവാദങ്ങൾ, നീ ആ വീടും വസ്തുവും കൊടുത്ത് ദേശം വിട്ട് ഓടിപ്പോകുവാൻ ആഗ്രഹിക്കത്തക്കവണ്ണം ശത്രു വെല്ലുവിളികൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറുകയാണ്. നിന്റെ സ്വസ്ഥത ദേശത്ത്, നിന്റെ സമാധാനത്തിനെതിരെ വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളികളുടെ മേൽ ഇന്ന് പകൽ കർത്താവ് അത്ഭുതമായ വിടുതൽ പകരുകയാ. സ്തോത്രം. എന്നോട് കർത്താവ് ഇന്ന് പകൽക്കാലം ഇടപെടുന്നത്, പ്രതികൂലങ്ങളെ അതിജീവിച്ചുകൊണ്ട് പാർക്കത്തക്കവണ്ണം ഒരു ദൈവകൃപ ദൈവം നിന്റെ മേൽ പകരാൻ പോകുകയാണ്. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നീ ഓടിപ്പോകുന്നത് കാണുവാൻ, നീ നാട് വിട്ടുപോകുന്നത് കാണുവാൻ, നീ ദേശം വിട്ടുപോകുന്നത് കാണുവാൻ, നീ ആരംഭിച്ച ആ ദൈവിക പ്രവർത്തനം നിർത്തിയിട്ട് അതിനെ അവസാനിപ്പിച്ചിട്ട് നീ അവിടം വിട്ട് ഓടിപ്പോകുവാൻ നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളികളെ ഇന്നു പകൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിജീവിച്ച് അവിടെ ചില അത്ഭുതങ്ങൾ കാണുവാൻ, അവിടെ ചില അടയാളങ്ങൾ കാണുവാൻ അവൻ നിന്നെ അധികാരപ്പെടുത്താൻ പോകുകയാ യേശുവിൻ നാമത്തിൽ. ൂകാമാന വൈഡകക്ഷസി അർത്ഥുമാന ഘടകജനാദി ഷേഖാമാന ഹത്തുനി ജഗസുയാന. വർഷങ്ങളുടെ അധ്വാനത്തെ ഫലകരമായ നിലയിൽ ഫലപ്രദമാകാത്ത വിധത്തിൽ ആത്മാക്കൾ ജനിക്കേണ്ട ചില മേഖലകളിൽ ആത്മാക്കളുടെ ജനനത്തെ തടഞ്ഞുകൊണ്ട് തടസ്സം നിൽക്കുന്ന ചില ദേശാധിപതി പോരുകളെ എൻ്റെ കർത്താവ് തകർക്കാൻ പോകുകയാ യേശുവിൻ നാമത്തിൽ. ചില ദൈവസഭയ്ക്കുള്ളില് വിളവെടുക്കാൻ കഴിയാത്ത വിധത്തിൽ, ആത്മാക്കളുടെ വിളവെടുപ്പാൻ കഴിയാത്ത വിധത്തിൽ ചില കുടുംബങ്ങളെ വിടിവിച്ച് പൂർണ്ണമായി ചില കുടുംബങ്ങളിൽ ഭാഗികമായ ചില ആളുകൾ വിടിവിക്കപ്പെട്ടു. എന്നാൽ പൂർണ്ണമായി സ്തോത്രം കുടുംബങ്ങൾ വിടിവിക്കപ്പെടാൻ കഴിയാതെ വർഷങ്ങളായി ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ചില കുടുംബങ്ങളെ ആത്മാവ് ഇന്ന് പകൽക്കാലം ദർശിക്കുന്നു. ഈ പകൽക്കാലം കർത്താവ് ഇടപെടുകയാണ്. 2016 പൂർത്തീകരിക്കപ്പെടും മുമ്പ് നിന്റെ കുടുംബം മുഴുവനും ദൈവത്തെ സേവിക്കത്തക്കവണ്ണം ചില ശക്തമായ ദൈവപ്രവർത്തി ദൈവം അയച്ച് മാനിക്കുമെന്ന് ആത്മാവ് ഇന്ന് പകൽക്കാലം ഇടപെടുകയാ. യെസ്. സ്തോത്രം. കർത്തൃദാസനെ പ്രവർത്തിച്ചിട്ടും, സ്തോത്രം പരസ്യങ്ങൾ നടത്തിയിട്ടും, ഭവന വിസിറ്റിംഗ് നടത്തിയിട്ടും, സ്തോത്രം നിരവധി പണം ചെലവഴിച്ചിട്ടും ഈ ദേശത്ത് ആത്മാക്കളില്ലല്ലോ എന്ന് നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ആ സ്ഥലം വിട്ട് മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകുവാൻ നിന്റെ ഉള്ളിലുണ്ടാകുന്ന നിരാശജനകമായ ചിന്തകളോട് ഇന്ന് പകൽക്കൽ നീ വിട പറയാൻ തയ്യാറാകുക. സ്തോത്രം. പ്രതികൂലങ്ങൾ നിനക്കുണ്ട് സത്യം. എന്നാൽ അതിനെ അതിജീവിച്ച് നിന്നെ അവിടെ നിലനിർത്തുവാൻ സാത്താനിക അധികാരങ്ങൾ നിന്നെ തൊടാതെ വണ്ണം, സാത്താനിക ശക്തികൾ നിന്നെ കാണാതെ വണ്ണം നിന്നെ മറച്ച്, നിന്നെ പരിപാലിച്ച് നിന്നെ നടത്തുവാൻ കഴിവുള്ളവൻ ഇന്ന് പകൽ നിന്നോട് കൂടെയുണ്ട്. പെർഗമോസിലെ സഭയുടെ ദൂതനോട് ദൈവാത്മാവ് ഇടപെടുന്നത്, നീ പാർക്കുന്ന ഇടം സാത്താന്റെ സിംഹാസനം ഉള്ള ഇടമെന്ന് ഞാൻ അറിയുന്നു. എങ്കിലും നീ എൻ്റെ നാമത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധികളുടെ നടുവിൽ പെർഗമോസിലെ വിശ്വാസികളുടെ ക്വാളിറ്റി ആദ്യം ദൈവാത്മാവ് രേഖപ്പെടുത്തുകയാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൂത് പറയുമ്പോൾ തിന്മയിലേക്ക് വിരൽ ചൂണ്ടും മുമ്പ്, ആ സഭയുടെ കുറ്റത്തിലേക്ക് വിരൽ ചൂണ്ടും മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ നന്മകളെക്കുറിച്ച് പറയുകയാണ്. പലപ്പോഴും ഈ ഒരു മനോഭാവം നമുക്കും ഉണ്ടാകട്ടെ. നാം ഒരാളുടെ തിന്മയെക്കുറിച്ച് മാത്രം പറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഉപരി വ്യക്തികളുടെ, സമൂഹങ്ങളുടെ നന്മയെക്കുറിച്ച് കാണുവാനുള്ളൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകട്ടെ. എന്തിനും ഏതിനും കുറ്റം പറയുന്ന പ്രകൃതം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ വളർച്ചയെ ബാധിക്കുന്നുണ്ട്. നാം അത് തിരിച്ചറിഞ്ഞ് എന്തിനേയും വിമർശിക്കുന്ന പ്രകൃതം വിട്ട്, സ്തോത്രം, നന്മയുടെ കണികകൾ ആ വ്യക്തിയിൽ, ആ സമൂഹത്തിൽ ഉണ്ടോ എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരാളൊരു നല്ല പാട്ട് പാടിയാൽ നന്നായിരുന്നു, നല്ല പാട്ടായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഒരാൾ നന്നായിട്ടൊന്ന് പ്രസംഗിച്ചാൽ നല്ല പ്രസംഗമായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. വെറും മുഖസ്തുതിയായി ആ വാക്കുകൾ മാത്രം പര്യവസാനിക്കാതെ, വെറും മുഖസ്തുതിയായി പറയാതെ
അതിൻ്റെ പിൻപിൽ ദൈവം കൊടുത്ത ആ കഴിവിനെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്ന ആ ഒരു നല്ല പ്രകൃതം നമ്മളിൽ ഉണ്ടാകുവാനിടയാകട്ടെ. ഇന്ന് പകൽക്കാലം ഓർപ്പിക്കട്ടെ. സ്തോത്രം. ഒരു നന്മ കാണുന്ന ഹൃദയം നമുക്ക് ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇതാ ദൈവത്തിൻ്റെ സഭയ്ക്ക് ധാരാളം തിന്മകളുണ്ട്, ധാരാളം പോരായ്മകളുണ്ട്. എങ്കിലും പരിശുദ്ധാത്മാവ് ആ സഭയുടെ നന്മയാണ് ആരംഭത്തിൽ ഓർപ്പിക്കുന്നത്. നീ എൻ്റെ നാമത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു. എത്ര ശ്രേഷ്ഠമായ വാക്കുകളാണ്. പ്രതികൂലങ്ങളുണ്ട്, നീ പാർക്കുന്നിടത്ത് നിനക്ക് വെല്ലുവിളികളുണ്ട്, നിനക്ക് പ്രതിസന്ധികളുണ്ട്. എന്നാൽ അവയിലൊന്നും തളർന്നു പോകാതെ, അവയിലൊന്നും സ്തോത്രം നീ ഇല്ലായ്മയാകാതെ, സ്തോത്രം നീ എൻ്റെ നാമത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് പെർഗമോസിലെ വിശ്വാസികൾ ദൈവനാമത്തെ മുറുകെ പിടിച്ചിരിക്കുന്നത്? സ്തോത്രം. ദൈവനാമത്തിന്റെ പ്രത്യേകത എന്താണ്? എൻ്റെ നാമത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകതകൾ, കർത്താവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകതകൾ നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: സ്വർലോകങ്ങളിലും ഭൂലോകത്തിലുമുള്ള സകല നാമങ്ങൾക്കും മീതെയുള്ള നാമമാണ് യേശുവിൻ്റെ നാമം. ഫിലിപ്പിയ സഭയ്ക്ക് വിശുദ്ധ പൗലോസ് ലേഖനം എഴുതുമ്പോൾ, സ്തോത്രം, ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നാമം സകല നാമത്തിനും മേലായ നാമമാണ്. സ്തോത്രം. ഈ നാമം സകല നാമത്തിനും മീതെയുള്ള നാമമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഭൂമിയിലുള്ള സകല നാമത്തിനും മേലായ നാമമാണ് യേശുവിൻ്റെ നാമം. കർത്താവിന് മഹത്വം. എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിൽ അടൂരിനടുത്ത് തുവയൂര് എന്ന് പറയുന്ന ആ ചെറിയ ഗ്രാമമാണ്. കേരള പെന്തിക്കോസ്തിൻ്റെ ഈറ്റില്ലം എന്ന് വിശേഷിപ്പിക്കുന്ന ആ അനുഗ്രഹീത ഗ്രാമത്തിൽ ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാനുള്ള ഭാഗ്യം കർത്താവ് നൽകി തന്നു. അതുകൊണ്ട് തന്നെ ബാല്യപ്രായം മുതൽ കർത്താവിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിയുവാനും ബാല്യപ്രായം മുതൽ തന്നെ ദൈവത്തിൻ്റെ വചനങ്ങൾ പഠിച്ചു വളരുവാനും ഉള്ള ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി തന്നു. ഞങ്ങൾ കുടുംബമായും എനിക്ക് വ്യക്തിപരമായും എൻ്റെ കർത്താവിൽ നിന്നും ധാരാളം അനുഭവങ്ങൾ, അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളൊരു വ്യക്തി ജീവിതമാണ്. ഒന്ന് രണ്ട് വാക്കുകളിൽ എൻ്റെ അനുഭവങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ചൊരു സന്ദേശത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ തിരിക്കുന്നു. എൻ്റെ ബാല്യപ്രായം എനിക്ക് ഓർമ്മ വരാറുണ്ട്. ദൈവത്തിൻ്റെ വചനവുമായി ഞാൻ നിൽക്കുന്ന ഓരോ വേദികളിലും എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് എൻ്റെ ബാല്യകാലമാണ്. അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന്, ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്നത് പോലെ വ്യക്തമായി സംസാരിപ്പാൻ കഴിവില്ലാത്ത ഒരു വ്യക്തി ജീവിതമായിരുന്നു ഞാൻ. എൻ്റെ പിതാവിൻ്റെ 2 മക്കളിൽ മൂത്ത മകനായി ഈ ഭൂമിയിൽ ജനിച്ചു വളർത്തപ്പെടുവാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി തന്നു. എന്നാൽ എനിക്ക് സംസാരിപ്പാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി ജീവിതമായിരുന്നു. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ 15ാമത്തെ വയസ്സുവരെയും ഒരു വാക്ക് സംസാരിപ്പാൻ മിനിറ്റുകൾ വിന്മിഷ്ടപ്പെട്ട ബാല്യകാലം എനിക്കുണ്ട്. എൻ്റെ പേര് ചോദിച്ചാൽ പേര് പറയുവാൻ ഞാൻ മിനിറ്റുകൾ വിന്മിഷ്ടപ്പെടുമായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അറ്റൻഡൻസ് പറയാൻ കഴിയാതെ വിന്മിഷ്ടപ്പെട്ട് എൻ്റെ കണ്ണിലൂടെ കണ്ണുനീരൊഴുകി നിരാശനായി പലപ്പോഴും ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് എൻ്റെ സഹപാഠികളുടെ ഇടയിൽ ഇരുന്ന ദിനം എനിക്ക് ഓർമ്മയുണ്ട്. ഒരാളെ കണ്ടാൽ ആ വ്യക്തിയുമായി ഞാൻ വർത്തമാനം പറയാറില്ലായിരുന്നു. ആ വിധത്തിൽ എൻ്റെ നാവ് വിക്കിൻ്റെ അസ്വസ്ഥതയാൽ ബന്ധിക്കപ്പെട്ടതായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം എൻ്റെ ഹൃദയത്തോട് ഇടപെട്ടു. ഞാൻ നിൻ്റെ നാവിൻ്റെ കെട്ടുകൾ അഴിക്കും, ഞാൻ നിൻ്റെ വായോട് കൂടെ ഇരിക്കും, നീ അനേകരോട് എൻ്റെ അരുളപ്പാടുകൾ പറയും, നീ അനേകരോട് എൻ്റെ ആലോചനകൾ പറയും എന്ന് സർവശക്തനായ ദൈവം സംസാരിക്കുകയുണ്ടായി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന മാന്യമിത്രങ്ങളെ, ദൈവത്തിൻ്റെ ആലോചനയുടെ നിവർത്തീകരണത്തിനു വേണ്ടി ജാഗരിച്ചും പ്രാർത്ഥിച്ചും കാത്തിരിക്കുന്നവരെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ വാക്കു പറഞ്ഞിട്ട് മാറിപ്പോകാത്ത ദൈവമാണ്. അവൻ്റെ അരുളപ്പാടുകൾ അവൻ്റെ അധരത്തിൽ നിന്ന് വെറുതെ പുറപ്പെടുന്നില്ല.
അവൻ്റെ ദൂതുകൾ അക്ഷരം പ്രതി വെളിപ്പെടത്തക്കവണ്ണം ദൈവം അതിൻ്റെ മേൽ സന്ദർശനം അയക്കുന്നവനായ ദൈവമാണ്. കർത്താവിൻ്റെ കൃപയാൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആരംഭം ഇട്ടാൽ പിന്നെ വാക്കുകളില്ലാതെ വിനിഷ്പ്പെട്ട എന്നെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് എൻ്റെ നാവിൻ്റെ ബന്ധനം അഴിക്കുമെന്ന ദൈവാത്മാവ് ഇടപെട്ടതിനാൽ എൻ്റെ 15-ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ വേലിക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെടുവാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി തന്നു. ഞാൻ ഇന്നും ഓർക്കുന്നു, ഈ വേദപുസ്തകത്തെക്കുറിച്ച് പഠിക്കേണ്ടതിനായി ഞാൻ ബൈബിൾ കോളേജിനെ സമീപിക്കുമ്പോൾ എന്നെ അവിടെ ഇൻ്റർവ്യൂ ചെയ്ത അധ്യാപകർ പേര് ചോദിച്ചു. പക്ഷെ പേര് പറയുവാൻ മിനിറ്റുകൾ വിനിഷ്ടപ്പെട്ടതിനാൽ എന്നെ കാര്യമായി ഇൻ്റർവ്യൂ ചെയ്യാതെ മടക്കി അയക്കുകയാണ് ഉണ്ടായത്. ഇന്നെന്ന പോലെ എനിക്ക് ഓർമ്മയുണ്ട്, തിരുവല്ല ബസ് സ്റ്റാൻഡിൽ നിന്നും അടൂരിലേക്കുള്ള എൻ്റെ മടക്കയാത്രയിൽ എൻ്റെ 15 വയസ്സുള്ള ഹൃദയം നീറിപ്പുകയുമ്പോൾ നിരവധി ചിന്തകൾ, ചോദ്യങ്ങൾ എൻ്റെ ദൈവത്തോട് ഞാൻ ആ പകൽക്കാലം ആ യാത്രാ മധ്യത്തിൽ സംസാരിക്കുമ്പോൾ ആ വാഹനത്തിനകത്ത് ദൈവാത്മാവ് ഇറങ്ങി വന്ന് എൻ്റെ കാതിലൊരു ശബ്ദം കേൾപ്പിച്ചു, ആകാശത്തിന് മാറാം, ഭൂമിക്ക് മാറാം, എന്നാൽ എൻ്റെ വാഗ്ദത്തങ്ങൾ നിന്നെ വിട്ടുമാറുകയില്ല. ഇന്ന് പകൽക്കാലം ദൈവിക വാഗ്ദത്തങ്ങളിൽ ആശ്രയിച്ച്, ദൈവിക വാഗ്ദത്തങ്ങളിൽ അഭയം പ്രാപിച്ച് കാത്തിരിക്കുന്ന പ്രിയ ദൈവപൈതലേ, ഈ പ്രാരംഭ നിമിഷം തന്നെ ദൈവാത്മാവിൻ്റെ നിയോഗത്തോടെ ഓർപ്പിക്കട്ടെ, ചില വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ മേൽ സംഭവിക്കാൻ പോകുകയാണ്. പ്രിയരെ, അധ്യാപകർ എന്നെ ഇൻ്റർവ്യൂ ചെയ്തില്ലെങ്കിലും 20 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഒരു 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 പോസ്റ്റിൽ എനിക്ക് ലെറ്റർ ലഭിച്ചു. ബ്രദറിന് ഇവിടെ ദൈവദിനം അടിക്കാനുള്ള അവസരമുണ്ട്. 150 വിദ്യാർത്ഥികളുടെ ഇടയിൽ പേരെന്താണ്, വീടെവിടെയാണ്, എവിടെയാണ് സ്ഥലം എന്നുപോലും പറയാൻ കഴിയാത്തവനായി, അധരത്തിന് ബന്ധനമുള്ളവനായി ഞാൻ അവിടെ കടന്നു എന്നുവെങ്കിലും ദൈവമായ കർത്താവ് എന്നെ അത്ഭുതകരമായി പിടിവിപ്പാനിടയായി. ഒരനുഭവം ഞാൻ ഓർപ്പിക്കട്ടെ. ഇതുപോലൊരു ചാപ്പൽ സർവീസ് നടന്ന സമയം ഞാൻ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുവാൻ, ഇന്ത്യ എന്നൊരു പദം പറഞ്ഞു വരുവാൻ കഴിയാതെ മൈക്ക് വെച്ച് ആഡിറ്റോറിയത്തിൽ നിന്ന് വേദപുസ്തകം എടുത്തുകൊണ്ട് ദുഃഖത്തോടെ ഓടിപ്പോന്ന ദിനം എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ഏത് സദസ്സിൽ വെച്ച് ഞാൻ ദുഃഖിതനായി നിരാശപ്പെട്ടുവോ ആ വേദിയിൽ വെച്ച് തന്നെ ദൈവം പരസ്യമായി എൻ്റെ നാവിൻ്റെ കെട്ടുകൾ അഴിച്ചു മാറ്റുവാനിടയായി. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ എവിടെയാണ് അപമാനിക്കപ്പെട്ടത്, അവിടെ ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാണ്. എവിടെയാണ് നീ തകർക്കപ്പെട്ടത്, അവിടെ നിന്നെ പണിയാൻ പോകുകയാണ്. എവിടെയാണ് നീ ആരുമല്ലാതായത്, അവിടെ ദൈവം നിന്നെ ആദരിക്കാൻ പോകുകയാണ്. ഈ പകൽക്കാലം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ അമിതമായ വിശ്വാസം, ആശ്രയം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവം നിന്നെ കൈവിടാതെ കരം തന്ന് നടത്തുവാൻ അവിടുന്ന് മതിയായ ദൈവമത്രേ.